കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് തൊടുപുഴ ഊന്നുകൽ സംസ്ഥാന പാത. ഇടുക്കിയുടെ മലയോര മേഖലയിൽ നിന്ന് കോട്ടയമടക്കമുള്ള പ്രധാന നഗരങ്ങളിലേക്കുള്ള പാതയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെയായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെ പോകുന്ന പാതയാണിത്. പക്ഷേ പൊതുജനം പരാതി പറഞ്ഞു മടുത്തിട്ടും പരിഹാരം കാണാൻ ആരും ഇതുവരെ തുനിഞ്ഞിറങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. വഴിയേതാ കുഴിയേതാ എന്നറിയാൻ കഴിയാത്ത നിലയിലാണ് തൊടുപുഴ ഊന്നുകൽ റോഡ്. ഇടുക്കി എറണാകുളം ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളെ മലയോരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. അടിമാലി മൂന്നാർ മേഖലയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പ്രധാന പാതയും ഇതുതന്നെയാണ്. പാതയിൽ റീടാറിങ്ങോ കുഴിയടക്കലോ നടന്നിട്ട് വർഷങ്ങളായി. മഴക്കാലം കൂടിയായാൽ കുഴി കുളമായി മാറും. പണ്ട് സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു, ഇപ്പോൾ ഗ്രേഡ് കുറച്ചങ്ങാണ്ട് PW റോഡാണെന്ന് ഇപ്പോൾ ഇത് പറയണത്. എന്താണെന്ന് പറഞ്ഞാലും ഉള്ള വീതി, ഇത് വീതി എടുത്ത് ഇതെല്ലാം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ളവരുടെ അല്ല 10 സെൻറ്റുകാരൊന്നും ഈ വഴി സൈഡിലില്ല. ഇത് സ്ഥലം എടുത്ത് വീതി കൂട്ടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള റോഡാണ്. റോഡിൽ കുഴികൾ വലുതായതോടെ വലിയ വാഹനങ്ങൾ പോലും പണിമുടക്കി വഴിയിൽ കിടപ്പാണ്. വീതി കുറവായതുകൊണ്ട് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും സ്വാഭാവികം. അതിനിടെ പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ ഗ്രേഡ് താഴ്ത്തി. അതോടെ അറ്റകുറ്റപ്പണികളും നടക്കാതെയായി. കലൂർ മുതൽ പൈങ്ങോട്ടൂർ വരെയുള്ള ഭാഗത്തിന്റെ മുഖം മിനുക്കിയപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പഴയതിലും മോശമാണ് അവസ്ഥ. വർഷാവർഷം PWD റോഡിനെ തരം താഴ്ത്തി കളിക്കുന്നുണ്ട്. പക്ഷേ പാതയല്ലാതാകുന്നില്ലല്ലോ. എന്നീ റോഡിനൊരു ശാപമോക്ഷം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ ചോദ്യം. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.